ഹലോ. ഒരു പക്ഷെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടായിരിക്കും ആദ്യത്തെ സെൻറ്റൻസിൽ തന്നെ ഞാൻ എൻ്റെ സിനിമയുടെ റിവ്യൂ കംപ്ലീറ്റ് ആക്കാൻ പോകുന്നത്. ഇത് റിവ്യൂ ആയിട്ട് കാണണ്ട, ദിസ് ഇസ് എ ഹംബിൾ സജഷൻ. എല്ലാവരും ഈ സിനിമ പോയി കാണുക. ഞാൻ പ്രതീക്ഷിച്ചതിലും അതിൻ്റെ ഇരട്ടി എനിക്ക് തന്നൊരു സിനിമയായിരുന്നു. ഏത് സിനിമയാണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. മഹാരാജ എന്നാണ് സിനിമയുടെ പേര്. ഞാൻ ഭയങ്കര ഹാപ്പിയാട്ടോ, ഭയങ്കര ഹാപ്പിയാണ്. അതിൻ്റെ റീസൺ, ഞാൻ നല്ലൊരു സിനിമ കണ്ടു. ഒത്തിരി സിനിമകൾക്കിടയിൽ മുങ്ങിപ്പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു മൂവി ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. അതിൻ്റെ റീസണൊക്കെ ഞാൻ പറയാം കേട്ടോ. ആദ്യം സിനിമയെ പറ്റി ഞാൻ എടുത്ത് പറയട്ടെ. പോസിറ്റീവ് നെഗറ്റീവ് എന്ന് എനിക്ക് അങ്ങനെ എടുത്തെടുത്തൊന്നും പറയാനില്ല. ദിസ് മൂവി ഈസ് എ പോസിറ്റീവ്. ഈ സിനിമയ്ക്ക് കുറേ പ്രത്യേകതകളുണ്ട്. അതെന്താന്ന് വെച്ചാൽ, സാധാരണ നമ്മളൊരു സിനിമ കാണുമ്പോൾ, സിനിമ കണ്ടതിന് ശേഷം ഇപ്പം നമ്മുടെ റിവ്യൂ ചാനലിട്ട് നോക്കുവാണെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇപ്പം റീസെൻ്റ് ആയിട്ട് കണ്ട ഒരു സിനിമയാണെങ്കിലും അതിലെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് കുറച്ച് ഹൈലൈറ്റ് ആയിട്ടിരിക്കുന്നു, ബാക്കിയൊക്കെ ആവറേജ് ആയിരുന്നു എന്ന് പറഞ്ഞു. നല്ല പെർഫോമൻസ് ആയിരുന്നു, സ്ക്രിപ്റ്റിന്റെ ബാക്ക് ഒരു സപ്പോർട്ട് ഇല്ലായിരുന്നു എന്ന് പറയുന്നു. സ്റ്റോറി നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു, പക്ഷെ പെർഫോമൻസ് മടുപ്പിച്ചു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു നെഗറ്റീവ് നമ്മൾ കാണുന്ന സിനിമകളിലൊക്കെ കുറെ പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. നമുക്ക് ഫീൽ ചെയ്ത കാര്യമാണല്ലോ നമ്മളവിടെ പറയുന്നതും. ഇവിടെ ഞാൻ അങ്ങനെ ഒന്നും പറയുന്നില്ല. ഓരോ ഡിപ്പാർട്ട്മെന്റും, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നുണ്ട്, ആ എല്ലാ ഡിപ്പാർട്ട്മെന്റും ആ ഡിപ്പാർട്ട്മെന്റിന്റെ മാക്സ്, ആ ഒരു സിനിമയ്ക്ക് വേണ്ട മാക്സിമം ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. ആദ്യം തന്നെ അതിന്റെ ഒരു ക്രെഡിറ്റ് കൊടുക്കുന്നത് ഡയറക്ടർ നിതിലൻ സ്വാമിനാഥനാണ്. നിതിലൻ സ്വാമിനാഥൻ കേട്ടോ, സ്വാമിനാഥൻ അല്ല. ഞാൻ ഈ സിനിമ കാണാൻ പോകുന്നതും ആ ഒരു ബാനറിൽ വെച്ച് തന്നെയാണ്. ഫ്രം ദ ഡയറക്ടർ ഓഫ് കുരങ്ങു ബൊമ്മൈ. കുരങ്ങു ബൊമ്മൈ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് കാണണം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു മൂവിയായിരുന്നു. അതിന്റെ ഡയറക്ടർ തിരിച്ചു വരുന്നു. പിന്നീട് ഞാൻ സിനിമയെ പറ്റി കുറച്ച് കാര്യങ്ങൾ കേട്ടതും കൂടെ ഞാൻ പറഞ്ഞിട്ട് ഡയറക്റ്റ് സിനിമയുടെ കുറച്ച് പോസിറ്റീവിലോട്ട് പറയാം കേട്ടോ. ഏകദേശം 6 വർഷങ്ങളിലായിട്ട് 40ഓളം ഡ്രാഫ്റ്റുകൾ നിർമ്മിച്ചാണ് അദ്ദേഹം ഈ ഒരു സിനിമ കംപ്ലീറ്റ് ആക്കിയത്. 40 ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ 40 പ്രാവശ്യം റീറൈറ്റ് ചെയ്ത് അതൊരു സ്ക്രിപ്റ്റ് ആക്കി എന്നർത്ഥം. അത് ഇന്ന് ഈ സിനിമയിലൂടെ എനിക്ക് കാണാൻ സാധിച്ചു, അങ്ങനെ തന്നെ പറയാം. അതിന്റെ ഏറ്റവും വലിയ ഒരു പോയിന്റ് അല്ലെങ്കിൽ എക്സാമ്പിൾ പറയാൻ, ഞാനിപ്പം റിവ്യൂ എടുക്കുന്നത് രാത്രി 1:15 കേട്ടോ. ഒന്നും വിട്ടുപോകരുത് എന്നൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഞാൻ വന്ന് കണ്ട് ഉടനെ സ്പോട്ടിൽ റിവ്യൂ എടുക്കുന്നത്. പിന്നെ സിനിമയുടെ കുറേ ഭാഗങ്ങളുണ്ട്, പക്ഷേ ഞാൻ അവിടെയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ സ്പോയിലർ ആയി പോകും. എന്നിരുന്നാലും നിങ്ങൾ ട്രെയിലറിൽ കണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. സിനിമയുടെ സ്റ്റോറി ബേസ് ലൈൻ തന്നെ ഉള്ളത് നിങ്ങൾ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടാവും. ഒരു സംഭവം നഷ്ടപ്പെട്ടത് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹമാണ് വിജയ് സേതുപതിയുടെ ക്യാരക്ടർ ചെയ്യുന്നത്. അതാണ് അതിൻ്റെ സ്റ്റോറി. അവിടെ നിങ്ങൾക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒന്ന് ചുമ്മാ ആലോചിച്ച് നോക്കിയാൽ അവിടെ നമുക്ക് തപ്പിപ്പിടിക്കും, കണ്ടുപിടിക്കും. അതെങ്ങനെ കണ്ടുപിടിക്കും, എന്ത് കണ്ടുപിടിക്കും, അതിൽ പോലും എന്തൊക്കെ ഡെവലപ്പ് ചെയ്യാം. നമ്മൾ അവിടെയൊക്കെ ഒന്ന് കൺഫ്യൂഷൻ ആവും അല്ലേ. പക്ഷെ അതിൻ്റെ ഒരു ഉത്തരം, അതിൻ്റെ ഒരു നല്ല തോട്ട് പ്രോസസ്സിന് ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ ഈ ഒരു സിനിമ കാണിക്കുന്നത്. ഒരു ചെറിയൊരു പ്ലോട്ടിന് അത് എന്ത് ഗംഭീര റൈറ്റിംഗ് കേട്ടോ. അത് അയ്യോ ഒന്നും പറയണ്ട. അത് ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒക്കെ ഒരു ഹോൾഡില്ലേ. ഈ ഒരു സിനിമ കണ്ട് നിങ്ങൾ തുടങ്ങുമ്പോഴും പല ഘട്ടങ്ങളിലായിട്ടാണ് ഈ ക്യാരക്ടേഴ്സിനെ പറയുന്നത്. ഈ ക്യാരക്ടേഴ്സിൻ്റെ ക്യാരക്ടറൈസേഷൻ, അതാണ് ഈ സ്ക്രിപ്റ്റിൻ്റെ ഏറ്റവും ബോൾഡ്. അവിടെ ഇട്ടാണ് അവർ ആ സ്ക്രിപ്റ്റ് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. വിജയ് സേതുപതിയുടെ ഒക്കെ ക്യാരക്ടർ, എന്ത് പവറാണ് ആ ഒരു ക്യാരക്ടറിന്. അത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും അത് നമുക്ക് സ്ക്രീനിൽ കാണാം. എന്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാകും അത്ര ഒരു പവർഫുൾ ക്യാരക്ടറിനെ മെന്റലി ഒന്ന് പ്രിപ്പയർ ചെയ്ത് എടുക്കുക, അത് കൊണ്ടുവരിക, സ്ക്രീനിൽ കൊണ്ടുവരിക. ഭയങ്കര പാടാണെന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്. പക്ഷെ അത് പുള്ളി നല്ല ഉളപ്പനായിട്ട് ചെയ്തിട്ടുണ്ട്. വിജയ് സേതുപതി മാത്രമല്ല, ഞാൻ ഓരോരുത്തരെ എണ്ണി പറയാം. വിജയ് സേതുപതി പോലെ തന്നെ അതിലെ മെയിൻ ക്യാരക്ടറാണ് അനുരാഗ് കശ്യപ്. ഗംഭീരമാണ്. നമ്മൾ റീസെൻ്റായിട്ട് നമ്മളൊരു സിനിമയിൽ കണ്ടു, അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് തന്നെ ടിം എന്ന് പറഞ്ഞ് വിടുന്നൊരു. ഇവിടെ അങ്ങനെയൊന്നുമല്ല. ആ ഒരു പേഴ്സൻ്റെ പവർ, ആക്ടിങ് കാലിബർ, അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ആ കഴിവിനനുസരിച്ചുള്ള ക്യാരക്ടർ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തിൻ്റെ പേര് പറയണം. പിന്നെ നടരാജ് എന്ന് പറയുന്ന ഒരു പോലീസുകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ക്രീനിലെ പേര് വേറെയാണ്, നടരാജ് എന്നങ്ങാണ്ടാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. കിട്ടിയില്ല പെർഫോമൻസ് ആണ്. നട്ടി എന്നങ്ങാണ്ടാണ് പറയുന്നത്, നട്ടി, അതെ. പിന്നെ ഒരു കൊച്ചിൻ്റെ ക്യാരക്ടറുണ്ട്, അഭിരാമി. മലയാളത്തിൽ നിന്ന് അഭിരാമി, മമതാ മോഹൻദാസ്, ഇവർ രണ്ടുപേരും ഉണ്ട്. പിന്നെ ഒരു സിംഗംപുലി എന്ന് പറയുന്ന ഒരാളുണ്ട്, മുനിഷ്കാന്ത് ഉണ്ട്. കുറേ പേരുണ്ട് കേട്ടോ, കുറേ പേര്. മേ ബി ഞാൻ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ആരെങ്കിലും വിട്ടുപോകും. അങ്ങനെ
അത് വേണ്ട, അതുകൊണ്ട് വേണ്ട. ഒരു ക്യാരക്ടറിനെ ഒരാളിലേക്ക് കൊടുക്കുന്നതും എന്നിട്ട് ആളിനെ ഒരു 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 കയറ് വെച്ചിട്ട് ഇന്ന പെർഫോമൻസിൻ്റെ അപ്പുറം നീ പോവണ്ട എന്ന് പറഞ്ഞ് പിടിച്ചു വെക്കുന്നൊരു ഫീലില്ലേ, അതുപോലെ എനിക്ക് തോന്നി. അവരെ അഴിഞ്ഞാടാൻ വിട്ടിട്ടുണ്ടെങ്കിലും അവരുടെ ഒരു വള്ളി ഡയറക്ടറിൻ്റെ കയ്യിലുള്ളതായിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു മൂവിയിൽ ഫീൽ ചെയ്യും. അവരെ സിനിമയ്ക്ക് വേണ്ട സാധനം അവരെ കൊണ്ട് പെർഫോം ചെയ്യിച്ച് പിടിച്ച് വെച്ചിട്ടുണ്ട് ഡയറക്ടർ. അത് അഭിരാമിയുടെ ഒക്കെ പെർഫോമൻസ് ഒക്കെ നമ്മൾ ശരിക്കും ഞാൻ പലയിടത്തും കണ്ടു. അഭിരാമി എന്നൊരു മലയാളി ആക്ടർ ആണെങ്കിലും മലയാളി ആക്ട്രസ് ആണെങ്കിലും പുള്ളിക്കാരുടെ ഒന്നും കാലിബർ നമ്മളൊന്നും റീസെൻ്റ് ആയിട്ടൊന്നും കണ്ടില്ല. പക്ഷെ ഇവരെന്ത് കോളിവുഡ് എന്ത് അടിപൊളിയായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്കൊക്കെ നല്ല ആക്ടേഴ്സ് ഉണ്ട്, അവർക്കൊന്നും ഒരു വേണ്ട സാധനം കൊടുക്കുന്നില്ല എന്ന് പലപ്പോഴായിട്ട് നമുക്ക് തോന്നിപ്പോകുമായിരുന്നു. പെർഫോമൻസിൻ്റെ കാര്യം പെർഫോമൻസ് ബ്രില്യൻ്റ് ആണ്. ബ്രില്യൻ്റ് വെച്ചാൽ ബ്രില്യൻറ്റ്, സിംപ്ലി ബ്രില്യൻറ്റ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോറിയുടെ ഒരു പവറേ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചെറിയൊരു പ്ലോട്ടാണ്, അതിൽ ഡെവലപ്പ് ചെയ്യുന്നതിനൊരു ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റിനുള്ളിൽ വെച്ച് അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, നമുക്ക് പ്രെഡിക്റ്റബിൾ ആണ്. പല ഭാഗങ്ങളിലും ഒക്കെ ആയിട്ട് നമ്മൾ പറയാം പ്രെഡിക്റ്റബിൾ ആണ്, അതങ്ങനെ സാധനമൊക്കെ പ്രെഡിക്റ്റബിൾ ആണ്. പക്ഷെ ആ പ്രെഡിക്റ്റബിൾ ഒരു ലെയറിലോട്ട് ഇവർ കൊണ്ടുപോകുന്നൊരു പാത്തുണ്ട്. പല ഭാഗങ്ങളിലായിട്ട് അതിന് ട്വിസ്റ്റ് അടിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അത് നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ്. അതങ്ങനെ വരുമെന്നൊന്നും നമ്മുടെ മനസ്സിലേ പോവില്ല. അങ്ങനെ അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോറി അത് എക്സെപ്ഷണൽ ആണ്. അത് ഞാൻ റീസെൻ്റ് ആയിട്ട് അങ്ങനത്തെ ഒരു സ്റ്റോറി ഒന്നും കണ്ടിട്ടില്ല. ഞാൻ പലയിടത്തും കണ്ടു ഇതിൻ്റെ സ്റ്റോറി അടിപൊളിയാണ്, ഞാൻ പക്ഷെ അതിൻ്റെ കേട്ടില്ല, മീൻസ് ബാക്കി റിവ്യൂസ് ഒന്നും കാണാതെ ഇതിൻ്റെ സ്റ്റോറി നല്ലതാണ്, നിങ്ങളൊന്ന് തിയേറ്ററിൽ പോയി കണ്ടു നോക്കൂ എന്നുള്ള കുറച്ച് കമൻസുകൾ കണ്ടു. ആ ഒരു പ്രതീക്ഷയിൽ കൂടെ പോയിട്ടും ആ പ്രതീക്ഷയ്ക്ക് അപ്പുറം എനിക്കൊരു സ്റ്റോറി ഇവിടുന്ന് ഡെലിവറായി കിട്ടി. അതാണ് ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയതും സിനിമയുടെ സ്റ്റോറി, സ്ക്രീൻ പ്ലേ. അദ്ദേഹം തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ വേറൊരു സപ്പോർട്ടിംഗ് ആയിട്ട് ഒരാളും കൂടെ ഉണ്ട് കേട്ടോ, എനിക്ക് വേറെ ഫോണില്ലാത്തതുകൊണ്ട് അത് നോക്കാൻ പറ്റത്തില്ല. സ്ക്രിപ്റ്റ്, അതിനുശേഷം മ്യൂസിക്കൊക്കെ കിഡുവാണ്. ഇവിടെ മ്യൂസിക് വേണ്ട കുറേ ഭാഗങ്ങൾ അവർക്കറിയാം, അവിടെ മതി മ്യൂസിക്. ഇന്നൊരു ബ്ലാങ്ക് പോർഷൻ ഉണ്ടല്ലോ, അവിടെ വേണ്ട, അവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇന്നൊരു സംഭവം ഉണ്ടല്ലോ, അവിടെ മ്യൂസിക് വേണം. അല്ലാണ്ട് എല്ലായിടത്തും ചുമ്മാ വലിച്ചു വാരി ഇട്ടിരിക്കുന്ന ഒരു ടൈപ്പല്ല നമുക്ക് കാണാൻ പറ്റുന്നത്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ബി അജനീഷ് ലോകനാഥാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മുമ്പുള്ള മൂവി നമ്മൾ കണ്ടിരുന്നു, മംഗളവാരം എന്നാണ് മൂവിയുടെ പേര്. മൂവിയുടെ റിവ്യൂ കാണാത്തവരുണ്ടെങ്കിൽ മോളെ ഇവിടെ കൊടുക്കാം കേട്ടോ. അത് വിട്, നമ്മൾ ഇത് സബ്ജക്റ്റിൽ നിന്ന് പോണ്. പുള്ളിയുടെ മ്യൂസിക്കും ഗംഭീരം എന്ന് വെച്ചാൽ ഒരു സീനൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞ സ്പോയിലറായിപ്പോൾ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു പ്ലേസ് ഇരിക്കുന്ന സാധനമുണ്ട്, നമുക്ക് തന്നെ ഒരു സംഭവം ഇങ്ങനെ കയറി താഴേന്ന് ഇങ്ങനെ കയറിയൊക്കെ വരും കേട്ടോ. ദിനേശ് പുരുഷോത്തമൻ എന്നാണ് DOP പേര്, അങ്ങനെ തന്നെയാണെന്നാണ് കേട്ടോ എൻ്റെ ഓർമ്മ. മൂവിക്ക് വേണ്ട ഒരു വിഷ്വൽസ് പുള്ളിക്ക് അറിയാം. അതിൽ ഒരു ഷോട്ട് അല്ലെങ്കിൽ ഒരു സിംഗിൾ ഫ്രെയിം എക്സ്ട്രാ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എല്ലാ ഷോട്ടുകളും സിനിമയ്ക്ക് വേണ്ടത് മാത്രം. അതിൽ നിന്ന് ഒരു ഷോട്ട് കുറഞ്ഞാലോ ഒരു ഷോട്ട് കൂടിയാലോ അങ്ങനെ ഒന്നുമില്ല. കറക്റ്റ് എണ്ണം അല്ലെങ്കിൽ കറക്റ്റ് ഷോട്ടുകൾ, ഭംഗിയുള്ള ഷോട്ടുകൾ, നമ്മളെയൊക്കെ പിടിച്ചിരുന്ന ഷോട്ടുകൾ, അങ്ങനെ തന്നെ എനിക്ക് തോന്നി. തമിഴ് സിനിമ നമ്മൾ സാധാരണയൊക്കെ കണ്ടുവരുന്ന പോലെ വെട്രിമാരൻ മൂവീസിലൊക്കെ നമ്മൾ കാണുന്ന ടൈപ്പ് ഒരു കളർ ഗ്രേഡിങ് ഇല്ലേ, സിമിലർ കളർ ഗ്രേഡിങ് ആണ്. നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും ശരിക്കും. അത് ആ ഒരു ടെറൈൻ്റെ പ്രത്യേകതയാണ്. അത്തരത്തിലൊരു ഒരു നമ്മുടെ കണ്ണിൽ അങ്ങനെ തന്നെ തോന്നണം എന്നുള്ളൊരു ഫീലിൽ അത്തരത്തിലാണ് അവർ കളർ ഗ്രേഡിങ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനെയൊക്കെ കടത്തി വെട്ടുന്ന ഒരു എഡിറ്റിങ്ങും. സിനിമയുടെ കഥ ഇപ്പോഴും എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി എനിക്ക് പറ്റിയെന്ന് വരില്ല. സിമ്പിൾ പ്ലോട്ടിൽ അവർ എഡിറ്റ് ചെയ്യുന്നൊരു രീതിയുണ്ട്. അയ്യോ അതിപ്പോൾ എങ്ങനെ പറയണേ, അതിന് നമ്മൾ ഒരു വാക്ക് നമ്മൾ പറയുകയാണെങ്കിൽ നോൺ ലീനിയർ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെ നോൺ ലീനിയർ ആയിട്ട് തന്നെയാണ്, ലീനിയർ അല്ല. സിമ്പിളായിട്ടൊരു കഥ ഇങ്ങനെ പറഞ്ഞു പോകല. അയ്യോ അത് നമ്മൾ ചില സമയത്തും ഇങ്ങനെ ഇതല്ലേ ഇതെങ്ങനെ ഇപ്പം ഇങ്ങനെ വന്നേ, അങ്ങനെ നമുക്ക് പല ഘട്ടങ്ങളിലായിട്ട് ആ ഒരു എഡിറ്റിങ്ങിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടും. ക്ലൈമാക്സിൽ ഒരു ഹൈവേയിലോട്ട് കയറത്തില്ല, നമ്മൾ കുറേ പോക്കറ്റ് റോഡ് ചാടി ഹൈവേയിലോട്ട് കയറുന്ന സെറ്റപ്പ്. അതുപോലെ തന്നെ കറക്റ്റ് ക്ലൈമാക്സിൽ എല്ലാം നമുക്ക് ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും അതെല്ലാം സാറ്റിസ്ഫൈഡ് ആക്കുന്ന തരത്തിൽ അവരൊരു NC കയറും. ഡിഫറെൻ്റ് അപ്രോച്ച്, നോൺ ലീനിയർ ആയിട്ടുള്ള കിഡിലും എഡിറ്റിങ്ങും. ഇനി ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് പറയാനുണ്ടോ? അത് പറഞ്ഞിട്ട് കുറച്ച് കാര്യം പറയാനായിരുന്നു. മ്യൂസിക് DOP, അത് ഓവറോൾ സിനിമ അതിൻ്റെ
പീക്ക് ടൈമിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലൊരു സിനിമ കാണാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾക്ക് റിവ്യൂ ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഇത്രയും കണ്ടാൽ മതി. ഇനി ഞാൻ ഇന്ന് ആ ഒരു മൂവിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടായ കുറച്ച് കാര്യങ്ങളോട്ട് പറയാം. ഞാൻ സിനിമ കാണാൻ പോകുന്നത് സിനിമ ഞാൻ കണ്ടിരുന്നു. കണ്ടതിന് ശേഷം ഉടനെ തന്നെയുള്ള ഷോ, മഹാരാജയുടെ ഷോ കാണാൻ വേണ്ടി തിയേറ്റർ നോക്കിയപ്പം ഓൾറെഡി 2 മണിയുടെ ഷോ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും പറ്റിയില്ല, തിയേറ്ററിൽ പോയി എടുക്കാനും സാധിച്ചില്ല. അത് കഴിഞ്ഞിട്ടുള്ള 6:30 ഷോ ഞാൻ ബുക്ക് ചെയ്ത സമയത്ത് ഞാൻ മാത്രമേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ തിയേറ്ററിൽ പോയപ്പോഴും വിരലിലെണ്ണുന്നവരായിരുന്നു. ഏകദേശം 3, 4, 5 പേര് മാത്രം, 5 പേര് ടിക്കറ്റ് എടുത്ത്, ഞാൻ മാത്രം ഓൺലൈൻ ടിക്കറ്റ്, ബാക്കി അങ്ങനെ ടോട്ടൽ 6 പേര് മാത്രം. 12 പേരുണ്ടെങ്കിൽ ഷോ കാണിക്കൂ അല്ലെങ്കിൽ ഷോ ഇടുമെന്ന് പറഞ്ഞു. പക്ഷേ പടം അടിപൊളിയാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഉള്ള കുറച്ച് പേര് പറയുകയും ചെയ്തു, നമുക്ക് വേണമെങ്കിൽ 2 ടിക്കറ്റ് എടുക്കാം അല്ലെങ്കിൽ 3 ടിക്കറ്റ് എടുക്കാം, പടം എങ്ങനെയെങ്കിലും പ്ലേ ചെയ്യണം, ഷോ ചെയ്യണം. കാരണം ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഇത്രയും ദൂരത്തുനിന്ന് വന്നതാണ്. ഞാൻ ഒരു 5-8-10 കിലോമീറ്ററൊക്കെ പോയിട്ടാണ് സിനിമ കണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇത്രയും ദൂരം വന്നാണെന്നൊക്കെ പറഞ്ഞിട്ടും അവർക്ക് പറ്റത്തില്ല, അത് പോസിബിൾ അല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എൻ്റെ ടിക്കറ്റ് ചേഞ്ച് ചെയ്ത് 9:30 ടിക്കറ്റിലോട്ട് ആക്കിയിട്ടാണ് ഞാൻ ഈ ഒരു സിനിമ കണ്ടത്. 9 ടിക്കറ്റിന് ഏകദേശം 50ഓളം പേരുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് വേർഡ് ഓഫ് മൗത്തിൻ്റെ പവർ. ഒരു സിനിമ കണ്ട് അത് ആൾക്കാരിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന പവറില്ലേ, ആദ്യം അതിനെ മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഷോയ്ക്ക് പോയി കണ്ട് ഒരു പേടിയാണ് ഇവർക്ക്, പൈസ കളയണോ. എക്സ്ട്രീം മൂവി ലവേഴ്സ് മാത്രമേ അങ്ങനത്തെ ഫസ്റ്റ് ഷോയൊക്കെ കാണും. നമ്മളൊക്കെ വേറൊരു ലാംഗ്വേജ് ആണെങ്കിൽ വേറൊരു ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാർ കുറവായിരിക്കും പ്രോബബ്ലി. 2:30 ഷോയും 6:30 ഷോയും കിട്ടാതെ അതിൽ ആളില്ലാഞ്ഞിട്ടാണ് ഞാൻ 9:30 ഷോ പോയി കണ്ടത്. വേർഡ് ഓഫ് മൗത്തിലൂടെ സിനിമയെപ്പറ്റി അറിഞ്ഞ് 50ഓളം പേര് സിനിമ കാണാൻ വന്നിരുന്നു. ഞാൻ അപ്പോൾ കയറുന്നതിന് മുമ്പ് 6:30 ഷോയ്ക്ക് ചെന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഉറപ്പിച്ചോളൂ ഈ സിനിമയെപ്പറ്റി എനിക്ക് അറിയാവുന്ന രീതി ഞാൻ പറയുകയാണ്, അടുത്ത ദിവസവും അതിനടുത്ത ദിവസവും തിയേറ്ററിൽ ആളായിരിക്കും എന്നുള്ളത്. ദൗർഭാഗ്യവശാൽ ഒരൊറ്റ തിയേറ്ററിൽ 4 ഷോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റ തിയേറ്ററിൽ ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റ സ്ക്രീനിൽ 4 ഷോ ആയതുകൊണ്ട് തന്നെ അവിടെ ഇല്ലെങ്കിൽ നമുക്ക് നിയറസ്റ്റ് ആയിട്ട് പറ്റില്ല. എൻ്റെ ഇവിടെയൊന്നും ഇല്ല, എങ്ങുമില്ല. ഞാൻ നോക്കിയിട്ട് ആ ഒരൊറ്റ തിയേറ്ററിൽ മാത്രമേ ഉള്ളൂ, വേറെ തിയേറ്ററുകാരൊന്നും എടുത്തിരുന്നില്ല. കുറച്ച് ദിവസം കൂടെ കഴിയുമ്പം കുറെ കൂടി തിയേറ്റർ എടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇന്ന് കണ്ട 2 മൂവീസിൽ വെച്ച് എന്നെ സാറ്റിസ്ഫൈ ചെയ്ത മൂവി ഇത് തന്നെയാണ്. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്ക്. ബാക്കിയുള്ളവരുടെ അഭിപ്രായം ഒന്നും കേൾക്കാണ്ട് തന്നെ പോയി കണ്ടു നോക്ക്. കഥകളൊന്നും കേൾക്കാതെ, സ്പോയിലർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ടിടിച്ചോളാം. കാരണം ഇവിടെ സ്പോയിലർ പറയരുത്. സിനിമ ലവർ ആണെങ്കിൽ അവൻ പറയില്ല, അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ഉള്ളവരെ പറയുമെന്നറിയാം. എന്നാലും സ്പോയിലർ ഒന്നും കേൾക്കാണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഈ സിനിമ പോയി കണ്ടോളൂ, ധൈര്യമായിട്ട്. അങ്ങനെ തന്നെ പറയും. സിനിമ ലവർ ഓർ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ആഗ്രഹമുള്ളവരാണ്, നല്ല സ്റ്റോറി, നല്ല സിനിമ കണ്ടിട്ട് സിനിമ കാണണം എന്ന് ആഗ്രഹമുള്ളവരാണ്, ലാംഗ്വേജ് ബാരിയർ ഒന്നും നോക്കാണ്ട് നിങ്ങൾ ഡയറക്റ്റ് പോയിട്ട് മഹാരാജ കണ്ടോളൂ. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം, ഈ ഒരു വീഡിയോയിൽ എനിക്ക് അധികം എഡിറ്റ് വരില്ല. ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞത് വെച്ചിട്ട് ഞാൻ പറയുവാണെങ്കിൽ തന്നെയും എനിക്കധികം കട്ട് പോർഷൻസ് വരാൻ സാധ്യതയില്ല. ലെങ്ത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയെങ്കിലേ ഉള്ളൂ. അല്ലാണ്ട് ഇത്രയും പറഞ്ഞതിൽ വെച്ച് ഇതുവരെയും തെറ്റിച്ച് പറഞ്ഞില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് മൂവി കണ്ടതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ ഈ സിനിമയെ പറ്റി പറയാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും ഒരു നല്ല റിവ്യൂ ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. സ്പോയിലർ പറയരുതേ ദൈവത്തോർത്ത്. കമൻറ്റ് ഇട്ടില്ലെങ്കിൽ സ്പോയിലർ പറയരുത്. അതുപോലെ തന്നെ മൂവി കാണാത്തുണ്ടെങ്കിൽ മൂവി കാണുക. റിവ്യൂ കാണുന്നതിന് മുമ്പ് തന്നെ മൂവി കാണുക. മൂവി കണ്ടതിന് ശേഷവും നിങ്ങളുടെ അഭിപ്രായം വന്ന് കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.